അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാനിലെ അവസാനത്തെ ചാപ്റ്റർ അഥവാ 14ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഇതിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകൾ പരിചയപ്പെടുത്താണ്. മിൻ ജവാമിഉൽ കലിമി, വാക്കുകളുടെ ശേഖരണത്തിൽ നിന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇതിൽ 9 ഹദീസ് കൊടുത്തിട്ടുണ്ട്. 1ാമത്തെ ഹദീസ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ അതിന്റെ അർത്ഥം? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിശ്ചയം അമലുകൾ നിയ്യത്തുകൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്, അഥവാ ഉദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ വ്യക്തിക്കും അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ലഭിക്കൂ. ഇവിടെ 1ാമത്തെ ഹദീസിൽ നിയ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഏത് അമലുകൾക്കും നിയ്യത്ത് നിർബന്ധമാണ്. നിയ്യത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അമലുകളൊക്കെ സ്വഹീഹാകൂ എന്ന അർത്ഥം കുറിക്കുന്നതാണ് ഹദീസ്, എന്ന ആശയം കുറിക്കുന്നതാണ്. 2ാമത്തെ ഹദീസ്, അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇത് മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൽ ഇഹ്സാൻ, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കലാണ് ഇഹ്സാൻ. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു. ഇതിൽ പറയുന്നത്, നാം നിസ്കരിക്കുന്നത് നമ്മെ ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടെയാണ് നിസ്കരിക്കേണ്ടത്. 3ാമത്തെ ഹദീസ്, അലാ വ ഇന്ന ഫിൽ ജസദി മുൽഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദ് കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അലാ, അറിയണം, വ ഇന്ന ഫിൽ ജസദി മുൽഗത്തുൻ, വ ഇന്ന ഫിൽ ജസദി മുൽഗതൻ, തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദ് കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലുഹു അലാ വഹിയൽ ഖൽബു. അത് നല്ലതാണെങ്കിൽ ശരീരം മുഴുവൻ നല്ലതാണ്, അത് കേടായാൽ ശരീരം മുഴുവൻ നശിക്കുന്നു. അതാണ് ഹൃദയം. ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹൃദയം നന്നായിരിക്കണം. നമ്മുടെ ഹൃദയം മോശമായാൽ നമ്മൾ മുഴുവനും മോശമായി എന്നാണ് അർത്ഥം. 4ാമത്തെ ഹദീസ്, അദ്ദീനു അൻ നസീഹ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദീൻ അഥവാ മതം എന്ന് പറഞ്ഞാൽ ഉപദേശമാണ്, ആഗ്രഹിക്കലാണ്. ഗുണം മാത്രമേ നമുക്ക് നമ്മുടെ മതം തരുന്നുള്ളൂ. മതത്തിന്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടാണ് നാം ജീവിക്കേണ്ടതെന്നർത്ഥം. 5ാമത്തെ ഹദീസ്, മാ നഹൈതുകും അൻ ഫജ്തനിബു വമാ അമർതുകും ബി ഫഅതു മിൻഹു മസ്തതഅതും. അൽ ബുഖാരി മുസ്ലിം. ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ അതിന്റെ അർത്ഥം? മാ നഹൈതുകും അൻഹു ഫജ്തനിബു, ഞാൻ നിങ്ങളെ അതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു, അതിനാൽ അത് ഒഴിവാക്കുക. വമാ അമർതുകും ബിഹി ഫഅതു മിൻഹു മസ്തതഅതും, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളാൽ കഴിയുന്നത്ര ചെയ്യുക. പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയും വിലക്കിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും വേണം എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൽപ്പിച്ചത്. 6ാമത്തെ ഹദീസ്, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ഹദീസാണ്. നിശ്ചയം അല്ലാഹു നല്ലവനാണ്, നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതായത് അല്ലാഹു തആല പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്, നന്മയുള്ളതാണ്. ആ നന്മയുള്ള കാര്യങ്ങളൊക്കെ മുഴുവനും ഞാൻ ചെയ്യൽ നമ്മുടെ മേൽ ബാധ്യസ്ഥനാണ് എന്നർത്ഥം. 7ാമത്തെ ഹദീസ്, ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക. തിർമിദി വൻ നസായി. ഇമാം തിർമിദിയും നസായിയും റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ അതിന്റെ അർത്ഥം? നിന്നെ സംശയിക്കാതിരിക്കാൻ നീ സംശയിക്കുന്ന ഉപേക്ഷിക്കുക. സംശയാസ്പദമായ കാര്യങ്ങൾ നാം ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ നമ്മെ സംശയിക്കാൻ ഇടയാകിത്തീരും എന്നതിന്റെ ആശയം. 8ാമത്തെ ഹദീസ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. അൽ ബുഖാരി മുസ്ലിം. ഇമാം ബുഖാരി ഇമാമും മുസ്ലിമാമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ആരും തനിക്ക് വേണ്ടി സ്നേഹിക്കുന്നത് തന്റെ സഹോദരനെ സ്നേഹിക്കുന്നവരെ വിശ്വസിയാവുകയില്ല.
മുഅ്മിനായ മനുഷ്യൻ നമ്മുടെ സഹോദരനെ പോലെയാണ്. അതുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ടതൊക്കെ നമ്മുടെ സഹോദരനും നാം നൽകാൻ ബാധ്യസ്ഥനാണ്. അതല്ലെങ്കിൽ പൂർണ്ണമായ വിശ്വാസിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 9-ാമത്തെ ഹദീസ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യകുൽ ഖൈറൻ ഔ ലിയസുംത് വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ജാറഹു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ലൈഫഹു. ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നതിൽ പറയുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസുംത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ജാറഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ അയൽക്കാരനെ ബഹുമാനിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ലൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനം വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ അതിഥിയെ അവൻ ബഹുമാനിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതായത് പറയുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം പറയാം, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. അതുപോലെ തന്നെ തന്റെ അയൽക്കാരനോട് വലിയ പ്രാധാന്യമുണ്ട് ഹദീസ് പറയുന്നു. അതുപോലെ തന്നെ തന്റെ അതിഥി, തന്റെ വീട്ടിലേക്ക് വന്ന അതിഥിയെ സൽക്കരിക്കേണ്ടതും വേണ്ട ബഹുമാനം നൽകേണ്ടതും അത്യാവശ്യമാണ് എന്നും ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നോക്കൂ, വായിക്കാം. മആനിൽ കലിമാത്ത്, ഒരു പദങ്ങൾ അർത്ഥങ്ങളാണ്. നവാ കരുതി, നിയത്ത് ഉദ്ദേശം അല്ലെങ്കിൽ കരുത്ത്. റഅ കണ്ടു, മുൽഗത്ത് മാംസക്കഷ്ണം, നഹ നിരോധിച്ചു, ഇജ്തനബ വർജിച്ചു, അത ചെയ്തു അല്ലെങ്കിൽ വന്നു, തയ്യബ് നല്ലവൻ അല്ലെങ്കിൽ നല്ലത്, റാബ സംശയിച്ചു, സ്വമത്ത മൗനം പാലിച്ചു, അക്രമ ആദരിച്ചു, ലൈഫ് അതിഥി, ജാറുൻ അയൽവാസി, സ്വലഹ നന്നായി, ഓപ്പോസിറ്റ് ഫസദ കേടായി, നസീഹത്ത് ഗുണം ആഗ്രഹിക്കൽ അഥവാ സൽവിചാരം. ഇനി തദ്രിബാത്ത് നോക്കൂ. നക്ര വായിക്കാം. നവാ യൻവി നീയത്ത്, നസഹ യൻസഹു നസീഹത്ത്, അഹ്സന യുഹ്സിൻ ഇഹ്സാനുൻ, ഇജ്തനബ ഇജ്തനബ ഇജ്തിനാബുൻ, സ്വലഹ യസ്ലഹു സ്വലാഹുൻ, ആമന യുമിനു ഈമാനുൻ, ഫസദ യഫ്സുദു ഫസാദുൻ, റാബ യരീബു റീബത്തുൻ, സ്വമത യസ്മുതു സുമാത്തുൻ, അക്രമ യുക്രിം ഇക്റാമുൻ. ഓരോ പദങ്ങളുടെയും മാളിയും മുലാരിയുമാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പേജിൽ നുക്കമ്മിൽ പൂരിപ്പിക്കാം. 1-ാമത്തത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. 2, അദ്ദീനു നസീഹത്തുൻ. 3, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. 4, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. 5, മാ നഹൈതുകും അൻഹു ഫജ്തനിബു. ഇനി അടുത്ത ആക്ടിവിറ്റി നുജീബ് ഉത്തരം എഴുതാനാണ്. 1-ാമത്തെ ചോദ്യം, മൽ ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ ആരാധിക്കലാണ്. 2-ാമത്തെ ചോദ്യം, മുളകത്തുൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദ് കുല്ലുഹു. ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. ഏതാണ് ആ മാംസകഷ്ണം? ഉത്തരം ഹൃദയം. 3-ാമത്തെ ചോദ്യം, മാദാ യജിബു അലാ മൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി. അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവർ എന്താണ് നിർബന്ധം? നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, അയൽക്കാരനെ ബഹുമാനിക്കട്ടെ, അതിഥിയെ ബഹുമാനിക്കട്ടെ. നെക്സ്റ്റ് ആക്ടിവിറ്റി നുതർജം ഇലാ ലുഗത്തിന, നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനാണ്. 1-ാമതായി, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. അള്ളാഹു നല്ലവനാണ്, അവൻ നല്ലതല്ലാതെ സ്വീകരിക്കൂല. 2, വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ വ്യക്തിക്കും അവൻ ഉദ്ദേശിച്ച് മാത്രമേ ലഭിക്കൂ. 3, ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും തീർച്ചയായും നിന്നെ അവൻ കാണുന്നു. 4-ാമത്തത്, ദഅമാ യുരീബുക ഇലാമാ ലാ യുരീബുക. നീ നിന്നെ സംശയിക്കാതിരിക്കാൻ നിന്നെ സംശയിക്കുന്നവ നീ ഉപേക്ഷിക്കുക. 5-ാമത്തത്, മാ അമർത്തകും ബി ഫഅ്തു മിൻഹു മസ്തതഅതും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങളാൽ കഴിയുന്നത്ര ചെയ്യുക. ഇനി അടുത്ത ആക്ടിവിറ്റി നുക്കവ്വിനുൽ ജുമല ബിസ്തിഖ്ദാമിൽ അൽഫാദിൽ ആത്തിയ. താഴെ കൊടുത്ത പദങ്ങൾ ഉപയോഗിച്ച് വാക്യത്തിൽ പ്രയോഗിക്കാനാണ്. 1-ാമതായി ഇജ്തനബ, അതുകൊണ്ടൊരു വാക്കുണ്ടാക്കാനാണ്. ഇജ്തനബ മാ നഹൈതുകും അൻഹു. 2-ാമത്തെ ലിയഖുൽ,
ലിയഖുൽ ഖൈറൻ ഔ ലിയസുംത്. 3 ലിയുക്രിം ജാറഹു. 4 ലാ യഖ്ബലു തയ്യിബൻ. 5 അലാ വഹിയൽ ഖൽബ്. ഇനി അവസാനത്തെ ആക്ടിവിറ്റി യതഅറഫു അല സിഹാഹി സിത്ത. സ്വഹീഹായ 6 ഹദീസുകളെ കുറിച്ച് മനസ്സിലാക്കാം. 1 സ്വഹീഹുൽ ബുഖാരി. ഒന്നാമതായി സ്വഹീഹുൽ ബുഖാരി, ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ഒന്നാമത്തെ ഹദീസ് ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി. അതിന്റെ രചയിതാവും കൂടെ പറയാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി. രണ്ടാമതായി സ്വഹീഹ് മുസ്ലിമാണ്, രചയിതാവ് മുസ്ലിമുൻ നൈസാബൂരി. മൂന്നാമതായി സുനൻ അബീ ദാവൂദ്, രചയിതാവ് സുലൈമാൻ ഇബ്നുൽ അശ്അസ് സജിസ്താനി. നാലാമതായി സുനനു തിർമിദി, രചയിതാവ് മുഹമ്മദ് ബിൻ ഈസ തിർമിദി. അഞ്ചാമതായി സുനനു നസായി, രചയിതാവ് അഹ്മദ് ബിൻ ഷുഐബ് നസായി. ആറാമതായി സുനൻ ഇബ്നു മാജ, രചയിതാവ് മുഹമ്മദ് ബിൻ യസീദ് അൽ ഖസ്വീനി. ഇതോടെ 6ാം ക്ലാസ്സിൽ തസ്കിയുടെ ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. വസല്ലല്ലാഹു വസല്ലം അലാ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.